പിന്നെ എന്തിനാ മാമ ഇവന്മാരെ പിടിച്ചോണ്ട് പോയത് മാമനെ അറിയാമോ? ഇത് കേട്ട് ഇവൻ ഈ കുട്ടൻ എന്ന് ഇവ മാമനെ വിളിക്കും. ഈ കുട്ടൻ എന്ന് പറയുന്നത് ഇവിടെ ദീപക് എന്നെ ഇപ്പഴും കിടപ്പുണ്ട് ചീത്ത വിളിക്കുന്നത്. ഇവൻ ദിവസവും എന്നെ എന്തുവാ അവിടെ 7 മണിയാണ് ചീത്ത വിളിക്കുമായിരുന്നു. ദിവസവും ഇപ്പോഴും ഉണ്ട്. പണ്ട് 2019-20 ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മാമനെ അറിയില്ലായിരുന്നു. എവിടെ വല്ലവൻ മുറ്റത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടോ മാമനെ? പിന്നെന്തോ മാമൻ അറിയത്തില്ല ആ കൊച്ചിനെ ചുമ്മാതെ പറയുന്ന ഇവന്മാര് എന്തിനും മാമൻ ഇവിടെ വന്നിട്ട് ഇവന്മാരെ സപ്പോർട്ട് ചെയ്ത് മാമ വന്നതാ. ഇനി മാമൻ ഒരാളിന്റെ അതല്ല വേറെ ഒരാളിന്റെയും കഴിച്ചിട്ട് പോലും കാരണം മാമൻ അവസാനം കുറ്റം വരും. എനിക്ക് മാമനെ ഞാൻ എന്റെ മാമനെ പോലെ തന്നെ കാണുന്നേ. മാമൻ അറിയാമല്ലോ. എനിക്ക് മാമനോട് ആകെ ഒരു സെർവ് ഇവന്മാർ പറഞ്ഞത് കേട്ടതിനേ ഉണ്ട്. അല്ലാതെ എനിക്ക് യാതൊരു ഇതുമില്ല. വന്നതാ മാമ നോക്കി രീതിയാറില്ല ഇവിടെ 5 മാമനെ ക്യാമറ തല്ലിപ്പൊട്ടിച്ചത്. അതിന് മുമ്പേ ഇത് എന്നിട്ട് നമ്മളെ പിടിച്ചോണ്ട് പോയിട്ടാണ് ഈ DVR എടുത്തോണ്ട് പോയി. കാരണം അതിനകത്ത് ഇവിടെ വന്ന് പലരും നമ്മുടെ ഗേറ്റിന് മുന്നിൽ നിൽക്കുക ഇപ്പോഴും ഉണ്ടത്. ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കുക, ഇവിടെ വന്നിട്ട് യൂട്ടേൺ എടുത്ത് പോവുക, പിന്നെ ഫോൺ പിടിച്ച് പല കാര്യങ്ങളിലാണ് കേസെല്ലാം എഴുതിക്കൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് ഒരാളും പറയുന്നത് കറക്റ്റായിട്ട് കൊടുക്കണമെന്ന്. ഇവിടെ നമ്മളെ പല ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ഇവിടെ പുലിക എല്ലാം എടുക്കുക. എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ പുലിക മാമനെ കാണിച്ചിട്ട് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് എന്നും നമ്മുടെ പുലിക പഠിക്കുക. എന്ത് തോന്നുന്നു ഇതൊക്കെ? എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നിന്നെ ടെക്നോളജി സയൻസും ഇപ്പം എല്ലാവരും ഭരിക്കുന്നതുകൊണ്ട് നിന്നെ അങ്ങനെ ശരി അങ്ങനെ ഇനി അതിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ തന്നെ. അന്ന് നമുക്ക് ഇത് എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഈ ഡൽഹി പോയല്ലോ. നമ്മള് അവിടെ ഇരിക്കുക, പിന്നെ നമുക്കപ്പം ഓരോ ഇവന്മാര് ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ ഈ ഇവിടോടെല്ലാം ചൂടടിക്കുക, മുടി കൊഴിക്കുക, ചൂടടിച്ച് എന്തിനാണോ ഇതൊക്കെ ഈ ദ്രോഹം ചെയ്യുന്നത്? ഇതാ ഇവിടെ അടുത്തുള്ള ഇതാരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? അല്ല ഇവിടെ നമ്മുടെ അവരുടെ മതില് കണ്ടോ? എന്തിനാണെന്നറിയാവോ? ഇവിടെ ഇവിടെ ആണുങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കഥകൾ ഉണ്ടാക്കുക. അപ്പൊ മാമൻ വന്നാലും പറയാം ആരോ വന്നത്. അങ്ങനെ എത്ര പേരെ മാമൻ ഇവിടെ കണ്ടിട്ടുണ്ട്? എന്നിട്ട് അവിടെ ഈ തുമ്പി എന്ന് പറയുന്നവർ അവിടെ വരിക, അവിടെ പോയി കുറെ ആണുങ്ങളുടെ കൂടെ നിൽക്കുക. എന്നിട്ട് അതെല്ലാം ഉണ്ട് യൂട്യൂബിൽ അത് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എന്നിട്ട് ഞാനാണെന്ന് പേശി തീർക്കുക. ഇതൊക്കെ ശരിയാണോ മമ്മ? നമ്മൾ ഇവരെ എല്ലാം ഉപദ്രവിക്കുന്ന കണ്ടിട്ടുണ്ടോ മമ്മ? എനിക്ക് ഇവരൊന്നും ഉപദ്രവിക്കുന്ന കാര്യം. കാരണം എനിക്ക് എന്റെ അച്ഛൻ ഉള്ള കാര്യമാണ്. എനിക്ക് എന്റെ അച്ഛൻ 10 ഞാൻ 13-12 വയസ്സോടൊന്നും മരിച്ചതാണ് എന്റെ അച്ഛന്. അന്ന് എന്റെ അച്ഛൻ എനിക്ക് മുതലുണ്ടാക്കിയിട്ടാണ് പോയത്. അവനെ തെറ്റിയതോടെ എന്ത് പറയുന്നത് മാമനോട് പറയാൻ പറ്റില്ല. അത്ര നമ്മൾ നശിപ്പിച്ചവൻ ശരിക്കും പറഞ്ഞാല്. എന്നിട്ട് മാമന് എനിക്ക് കാനഡയിൽ പോകാൻ വിസ എടുക്കാൻ ഞാൻ പൈസ കൊടുത്തു. ഇതെല്ലാം മാമന് കാണാം എന്തെല്ലാം ദ്രോഹങ്ങളാണ് നമ്മളോട് ചെയ്യുന്നതെന്നുള്ളത്. മാമൻ ഇത് വായിക്കും മാമ. 2,37,000 രൂപയാണ് നമ്മൾ കൊടുത്തത് കേട്ടോ. നമ്മൾ കൊടുത്തതിന്റെ റെസീറ്റാ. ഇവന്മാര് അവരെ കണ്ടിട്ടുണ്ട്. എന്റെ വർക്ക് വിസയ്ക്കല്ല കൊടുത്തത്. നമ്മുടെ എലിജിബിൾ ആണെന്ന് അറിഞ്ഞോണ്ട് കൊടുത്തതാ. ഇവന്മാരതെല്ലാം ഇതാക്കി ഇവന്മാർക്കില്ല എന്തോ ഇൻഷുറൻസ് പറ്റിയുണ്ട്. എത്രയോ പൈസ എടുത്ത് കാണുന്നവന്മാർ ഞാൻ എനിക്ക് പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വർക്ക് വിസയ്ക്ക് കൊടുത്ത സാധനമാണ്. ഇത് കൊടുക്കാൻ പോവാ കോടതിയില്. എന്താ കിട്ടാതിരിക്കാനുണ്ടോ? ഇത് ബോംബെക്കാര് അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്തതാ. നമ്മളോട് കറക്റ്റായിട്ട് ചെയ്യുന്ന ജോബ് ഓഫർ ലെറ്റർ വരെ വന്നതാ. 2,40,000 രൂപ ശമ്പളവും അക്കോമഡേഷൻ ഫ്രീ, ഒരു നേരത്തെ ഫുഡും ഫ്രീ ആയിരുന്നു. അങ്ങനെ വന്നതാ കേട്ടോ. അതെ ഇത് ഇവിടുത്തെ പാർട്ടിയുടെ കണിയാനെയും കൊണ്ട്
അസുഖം വന്നാലും ശരി മാമ. ഇനി തരാം കൊടുക്കാൻ 45 ലക്ഷം കുട്ടിയോട് എന്തോ അനുവദിച്ചതേ ഉള്ളൂ. അത് അനുവദിച്ചത് എന്തിനാ കളഞ്ഞു വെച്ചിരുന്നേ? സ്ഥിരകുട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് എന്തിനാണെന്ന് അറിയാമോ മാമ? അവന്റെ കാശ് ദൈവമായി അടിക്കാനാ. ഇവനെ കൊണ്ട് ഇപ്പൊ ഇതിന് നടക്കുന്നത്. ഇവൻ നമ്മുടെ സ്ഥിരകുട്ടിയില്ലാത്തവൻ 2020, 2019 ഇവ പാദയാത്രയ്ക്ക് നടന്നേച്ച് ഇവിടെ വരുന്നതാണ് കഥ ഉണ്ടാക്കുന്നത്. അവന്റെ അച്ഛൻ പറയുന്ന പോലെ കഥ ഉണ്ടാക്കുന്ന സ്ഥിരകുട്ടി ഇല്ലായിട്ടാണോ മാമ? ഇവരെ കയറിയിട്ടുണ്ടോ മാമ? ഇവൻ ഇവിടെ കൊണ്ടിട്ടുണ്ടോ? പിന്നെ ഇവനെന്തു മാമ ഇന്നും കഥ ഉണ്ടാക്കുന്നത്? അത് നമ്മുടെ വസ്തു വില്ല എഴുതിയത് കഥകൾ ഉണ്ടാക്കുക. എനിക്ക് വില്ലൊന്നും എഴുതുന്ന കാര്യമില്ല മാമ. എന്റെ വസ്തു ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യമുണ്ടോ? എനിക്കൊരു കൊച്ചുണ്ട്. പിന്നെ എനിക്ക് ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നുള്ളത് അല്ലയോ? ഞാൻ എന്തുവാ എനിക്ക് എന്റെ വസ്തു എന്റെ അമ്മ എന്റെ അച്ഛൻ മരിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ആയിരുന്നു. പിന്നെ അതിപ്പോ അമ്മ ഇനി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അമ്മ എഴുതി വെച്ചില്ലായിരുന്നു. ഞങ്ങൾ 2 പേർക്ക് തുല്യമായിട്ട് കിട്ടും. വേറൊരാൾക്കും എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്റെ ഇത് എനിക്കൊരു കൊച്ചില്ലയോ? നമുക്ക് എഴുതി തന്നതാ. പിന്നെ എന്തിന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മ? ആക്സിഡന്റ് ഞാൻ പറയട്ടെ ഒരു സത്യം. ഇവൻ ആക്സിഡന്റ് ഒന്നും ഉണ്ടായതല്ല. ഞാൻ ഇനി പറഞ്ഞുതരാം മാമന്. പിന്നെ പറ്റിയ കേസുണ്ട്. ഇവന്മാരെല്ലാം കൂടെ എന്തോ കണ്ണിനകത്ത് കുറെ മയങ്ങുന്ന സാധനം എല്ലാം കഴുകി കൊടുത്ത് ഇവന്റെ കുറെ കഴിഞ്ഞ് ഇവനെ വിട്ടില്ല. അവൻ അവിടെ ചിലവ് മയങ്ങി വീണ് ഇവന്മാരെടുത്ത് ലേറ്റോറി കൊണ്ടുപോയി അവിടെ ഇട്ട് ഞാൻ ഇവനെ കണ്ടതാ. കോമയാണെങ്കിൽ കൈയും കാലും ഒക്കെ ആയിരിക്കും കോമയെ കിടക്കുന്നത്. ഇല്ലല്ലോ. ഇവൻ വേണ്ട കാലും കൈ കെട്ടിയിട്ടിരിക്കുകയാണ് ലേറ്റോറിൽ. നമുക്ക് കാണുമായിരുന്നു. കാലും കൈ കെട്ടിയിട്ടിട്ട് ഇവന്നാണ് ശരിക്കും ബ്രെയിൻ ഇഞ്ചുറി വരുന്നവര് മൂക്കെ തുറന്നില്ല. അവനറിയാവോ? കൈ വെക്കുവോ ബ്രെയിൻ ഇഞ്ചുറി കിടക്കുന്നവര്? ഇവനെ ചുമ്മാതൊക്കെ വന്നറിയാവോ? അതുപോലൊക്കെ ഇൻഷുറൻസ് അടിക്കാൻ വേണ്ടി ചെയ്ത പണികളാ. ഇപ്പം അവിടുന്ന് ഒക്കെ ഒത്തിരി കാശ് കിട്ടിയിട്ടുണ്ട്. ഇവര് വരുന്നത് എന്ത് ചെയ്യണം മാമ? അവിടെ പോയി ഇവിടെ വരുമല്ലോ ഇവരില്ലാത്തപ്പം. എന്തിനാ വരുന്നത് അവിടെ ഇങ്ങനെ? അപ്പൊ എന്ത് കണക്ഷനാ അത്? അവൻ വർത്താനമില്ലാത്ത കണക്ഷൻ ഇവർക്ക് എന്ത് തോന്നണം? അതെന്തിനാ അവിടെ വരുന്നത്? അവിടെ 2-3 ദിവസം മുന്നേ വന്നാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവന്റെ ഭർത്താവ് എന്ന് പറയുന്നവരാളില്ലാത്ത ഞാൻ കാണിച്ചു തരാം അവനെ. ഇവിടെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ അപ്പൊ ഭർത്താവ് എന്ന് പറയുന്നവരോട് ഇല്ലാത്തത് ഇവരുടെ അടുത്ത് വരുന്ന എന്റെ കാര്യം എന്തുവാ? എന്താ എനിക്ക് വരുന്നത്? അമ്മ ഇതാ ഇതൊക്കെ അത്ര ശരിയുള്ള ഭയങ്കര കള്ളത്തിലുള്ള ഇവിടെ വന്നപ്പോഴേ അറിയത് ശരിയല്ലെന്നുള്ളത്. അമ്മ അത് പോട്ടെ. ഇവന് വയ്യാത്ത അവസ്ഥയാകത്തില്ല. നമ്മുടെ കാര്യത്തിന് മാമന്റെ വീട്ടിൽ കയറി ഇതൊക്കെ നടത്താൻ പറ്റുമോ? മാമന്റെ വീട്ടിൽ കയറി വല്ലതും മാമന്റെ ഭാര്യ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിനെ പിടിച്ചോണ്ട് പോകുമോ? അതുപോലെ മാമന്റെ DVR എടുത്ത് പോകും.